ഇന്ന് രാവിലെ ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. ഡൽഹിയിൽ നിന്ന് വാഹനം എടുക്കുന്ന സുഹൃത്തുക്കളോട് നമ്മളൊരു ഇൻഫർമേഷൻ വീഡിയോ ചെയ്തിരുന്നു. അതിൽ വന്ന ഭയങ്കരമായിട്ടുള്ള കമൻറ്റുകൾ, ഏകദേശം 75 കമൻറ്റിൽ ഒരു 60 കമൻറ്റും ഞങ്ങൾ ഡീലർമാർക്ക് എന്തോ ഒരു പേടി കുടുങ്ങിയിട്ട് ഞങ്ങൾ പറയുന്നതാണ്, അത് നിങ്ങളാരും വിശ്വസിക്കേണ്ട. പൊന്നാര സുഹൃത്തുക്കളെ, ഇങ്ങോട്ടൊരു കാര്യം പറയാണ്ട്, ഞാനൊരു സ്ഥാപനം നടത്തുന്നതാണ്, മഞ്ചേരി HM മോട്ടോഴ്സ്. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ നമ്മളെ പേജിൽ ഞങ്ങളുടെ അടുത്തുള്ള വാഹനങ്ങൾ ഏകദേശം 99% ഞങ്ങളുടെ അടുത്തൊരു റീവണ്ടി ഇല്ല. ഞങ്ങൾ ഓരോ വാഹനങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ ഇതൊക്കെ കേരള വണ്ടി, ഒറിജിനൽ കേരള വണ്ടി ഇല്ല. എനിക്ക് എന്തിനാണ് പേടിക്കേണ്ട ആവശ്യം? ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വണ്ടി കൊണ്ടുവരിക, നിങ്ങൾ വണ്ടി എടുക്കുക അല്ലെങ്കിൽ വണ്ടി വിൽക്കുക, എന്ത് ചെയ്താലും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നവും വരുന്നില്ല. നിങ്ങളുടെ ഓരോ വാഹനങ്ങളും നോക്കി ഒരു പ്രശ്നം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നും വരില്ല. നിങ്ങളെ ക്യാഷ് പോകണ്ടെന്ന് കരുതിയിട്ടാണ്. ഇനി അതിൻ്റെ കാരണം പറഞ്ഞത്. ചില ആളുകൾ നമ്മളോട് ചോദിക്കണ കാരണം എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ട് NOC കിട്ടൂല, നിങ്ങൾക്ക് മാത്രമേ കിട്ടുള്ളൂ, ഞങ്ങൾക്കൊന്നും കിട്ടൂലേ, കച്ചവടക്കാർക്ക് മാത്രമാണോ NOC കിട്ടുക, ഇങ്ങനെ പല സംശയങ്ങളും അതിലുണ്ട്. ഇപ്പോൾ കച്ചവടക്കാർക്ക് മാത്രമല്ല, NOC ആർക്കും കിട്ടൂല, കച്ചവടക്കാർക്കും കിട്ടില്ല. 10 കൊല്ലം പഴക്കല്ലേ ഡീസൽ വണ്ടി ആവട്ടെ, അതുപോലെ 15 കൊല്ലം പഴക്കല്ലേ പെട്രോൾ വാഹനം ആവട്ടെ, ഏത് വാഹനമാണെങ്കിലും അവിടെ സ്ക്രാപ്പാണത്. അവിടുന്ന് ഡൽഹിയിൽ നിന്ന് നമുക്കൊരു NOC ആയിട്ട് കിട്ടണ്ടേ, അത് കിട്ടൂല. അത് 100% ഗ്യാരണ്ടിയാണ്. അപ്പോൾ അത് നിങ്ങൾ അറിയുന്ന ആളുകൾ, നിങ്ങൾ ഡൽഹിയിൽ പല ഏജൻറ്റ്മാരും നിങ്ങളെ പറ്റിക്കാണ്ടാവും. NOC എടുത്തരാം, അതുപോലെ തന്നെ ഓരോ വാഹനങ്ങളും നോക്കിയിട്ടോ. ഇവരെല്ലാം ഓരോ വാഹനങ്ങളും നോക്കി, ഒരു ഡൽഹി വണ്ടി ഇവിടെ ഇല്ല, ഞങ്ങൾ വാങ്ങണമില്ല. അപ്പോൾ എന്താ വെച്ചാൽ എടുക്കാതെക്കാൻ കാരണം, ഞങ്ങളൊക്കെ എല്ലാ ഡീലർമാരും ഇത് കുറച്ച് മുമ്പേ ഞങ്ങൾക്ക് അറിയാം ഇങ്ങനെ സംഭവിക്കാൻ പോകുന്നുണ്ടെന്നുള്ള വിവരങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മളെ അടുത്തൊന്നും ഒരു ഡൽഹി വണ്ടി ഇല്ല. അപ്പോൾ ഡീലർമാർ അതുകൊണ്ട് പേടിച്ചിട്ട് പറയുന്നതല്ല, അങ്ങനെ പേടിച്ച് പറയേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. എന്നെ സംബന്ധിച്ചോളം എനിക്ക് തീരല്ല. അപ്പോൾ എന്താ വെച്ചാൽ അവിടെ നിങ്ങളെ പറ്റിക്കപ്പെടും പല ആളുകൾ. ഇപ്പം കൊച്ചിയിൽ നിന്നാവട്ടെ കോഴിക്കോട് നിന്നാവട്ടെ ഫ്ലൈറ്റുകൾ ഫുള്ളാണ് ഇത് ഡൽഹിക്ക് വാഹനം എടുക്കാൻ പോകുന്ന ആളുകളെ. അപ്പോൾ അങ്ങനെ പോയി പറയണ്ട. ഏജൻറ്റുമാർ പറയുന്ന വാക്ക് കേട്ടായിട്ട് നിങ്ങൾ പറ്റിക്കപ്പെട്ട് നിങ്ങളെ പൈസ പോയിട്ട് പിന്നെ നിങ്ങൾ പറയും എന്ത്, നിങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരണ്ടേ ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ പറഞ്ഞ ഒരു ജസ്റ്റ് ഒരു വീഡിയോ ആണത്. അപ്പോൾ അത് കരുതിയിട്ട് ഡീലർമാർ എന്താ പറയുക, ഇവിടെ കേരളത്തിലെ ഡീലർമാർ അവരെ ബിസിനസ്സിന് നഷ്ടം വരുമെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെയൊക്കെ പിന്നെ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പല കമൻറ്റും അതിൽ വന്നു. അപ്പോൾ ഇങ്ങോട്ട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് നിങ്ങൾ പല ഏജൻറ്റുമാരും ഇങ്ങോട്ട് പറഞ്ഞ് NOC എടുത്തരാം, പല അതിൽ തന്നെ കമൻറ്റ് ഉണ്ട്, ഞാൻ ഡൽഹിയിലാണ്, ഞാൻ എടുത്തുതരാം NOC എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ സത്യം പറഞ്ഞാൽ നിങ്ങളെ പൈസ പോകുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ നിങ്ങൾ നല്ല ഇൻഫോർമേറ്റീവായിട്ടുള്ള ഇങ്ങനത്തെ വീഡിയോസ് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക, നല്ല കമൻറ്റ് വന്നോട്ടെ, നിങ്ങൾ അതിൽ അഭിപ്രായങ്ങൾ വന്നോട്ടെ, അതിനൊന്നും നമുക്കൊരു എതിരഭിപ്രായമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു വിഷയം ഉണ്ടായിട്ടല്ല, ഞങ്ങളോടൊരു നല്ലൊരു പോയിൻ്റ് അതിൽ ഉണ്ട്. പിന്നെ ഈ ഒരു ദിവസങ്ങളിൽ കണ്ട സോഷ്യൽ മീഡിയയിൽ കണ്ട പല മെസ്സേജുകളും ഫേക്കാണ്. കാരണം ഡൽഹിയിൽ പോയിട്ട് നമ്മൾ വാഹനം എടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു കാര്യത്തിൽ ഇപ്പം മറ്റുള്ള സംസ്ഥാനങ്ങൾ ഇപ്പം നിലവിൽ വന്നിട്ടില്ല, UP ആവട്ടെ, അങ്ങനെ അതൊന്നും നമുക്ക് വിഷയമല്ല. എന്നുവെച്ച് ഡൽഹിയിലെ വാഹനങ്ങളിൽ ഇപ്പോൾ 10 കൊല്ലം പഴക്കമുള്ള ഡീസൽ വാഹനങ്ങൾക്കും അതുപോലെ 15 കൊല്ലം പഴക്കമുള്ള പെട്രോൾ വാഹനങ്ങളും അവിടെ നിരത്തിൽ ഇറങ്ങാൻ തന്നെ പാടില്ല. മാത്രമല്ല പെട്രോൾ ആവട്ടെ ഡീസൽ ആവട്ടെ ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ നിലവിൽ നേരെ സ്ക്രാപ്പിലേക്കാണ് ഈ വാഹനങ്ങൾ ഡൽഹി സർക്കാർ എന്ത് ചെയ്യുന്നത്, അവിടെ നിരത്തിൽ കണ്ടാൽ തന്നെ ആ വാഹനം നേരെ എടുത്തിട്ട് സ്ക്രാപ്പിക്ക് കൊടുക്കുകയാണ്. ഇങ്ങനത്തെ ഒരു സാധനത്തിന് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് അഥവാ NOC കിട്ടണം 100% ഉറപ്പാണ്. NOC കിട്ടും, ഇൻ്റെ റിസ്കിൽ എടുത്തുതരാം. പല ഏജൻറ്റുമാരും അങ്ങനെ പറയും, ഞങ്ങൾ റിസ്കിൽ എടുത്തുതരാം, നിങ്ങൾ ഇങ്ങോട്ട് വണ്ടി കയറിക്കോളി, 2 ലക്ഷം റുപ്യക്ക് 3 ലക്ഷം റുപ്യക്ക് കാറുകൾ തരാം, ഫോർച്യൂണർ തരാം, ഇന്നോവ തരാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പല ആളുകളും എന്ത് ചെയ്യും, ഈ ഒരു വീഡിയോ കണ്ടിട്ട് എന്ത് ചെയ്യും, വാങ്ങാൻ പോകും. അവരുടെ റിസ്ക് NOC കിട്ടും. പക്ഷേ NOC കിട്ടില്ല മക്കളെ, ഒരിക്കലും കിട്ടില്ല. ആ കാര്യം ഇനി നിങ്ങൾ എത്ര തന്നെ പറഞ്ഞിട്ടും കാര്യമില്ല, അത് നേരെ സ്ക്രാപ്പിലേക്ക്. ഇനി ഇവിടെ തന്നെ നമ്മളെ സർക്കാർ എന്ത് ചെയ്യാൻ പോവാണ്, ഇങ്ങനത്തെ വാഹനങ്ങൾ കാണുകയാണെങ്കിൽ പൊക്കാൻ പോവാണ്. അതുകൂടി നിങ്ങൾ മനസ്സിലാക്കിക്കോളി. ഇപ്പോൾ അവിടെ AI ക്യാമറ വെച്ചിട്ട് പെട്രോൾ പമ്പിൽ വരെ AI ക്യാമറ വെച്ചിട്ട് ഇങ്ങനത്തെ വാഹനങ്ങൾ കാണുകയാണെങ്കിൽ അത് നേരെ സ്ക്രാപ്പിലേക്കാണ് പോകുന്നത്. ആ വാഹനമാണ് നമ്മൾ ഇപ്പോൾ ചില ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, അത് വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തല്ലോ, ഒരു വാഹനമല്ലേ ഷെഡിൽ നിർത്താം, അങ്ങനെയൊക്കെയാണെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ ഷെഡിൽ നിർത്താൻ വാഹനം എടുത്തോളി, എന്നെ സംബന്ധിച്ചിടത്തോളം അത് വിഷയമല്ല. പക്ഷേ നിങ്ങളിവിടെ ഉപയോഗിക്കാനെന്നുള്ളവർക്ക് അങ്ങനത്തെ വാഹനങ്ങൾ എന്ത് ചെയ്യേണ്ട, ഇത്ര കൊല്ലം പഴക്കമായ വാഹനങ്ങൾ അവിടുന്ന് സ്ക്രാപ്പിക്ക് പോകുന്ന വാഹനങ്ങൾ നിങ്ങൾ ദയവ് ചെയ്ത് എന്ത് ചെയ്യേണ്ട, ക്യാഷ് കൊടുത്ത് വാങ്ങിയിട്ട് NOC കിട്ടുമെന്ന് പ്രതീക്ഷ നിൽക്കണ്ട. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒന്നും കൂടി ഇതിനൊക്കെയുള്ള കമൻറ്റിന് മറുപടി ആയിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇനി എന്തെങ്കിലും നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോളി, ഒന്നും കൂടി അതിൽ കമൻറ്റ്, ഈ ഒരു വീഡിയോൻ്റെ അടിയിലും കമൻറ്റ് ചെയ്തോളി, ഞങ്ങൾ മറുപടി ആയിട്ട് വരാം. ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഞാൻ പറഞ്ഞില്ല, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ അടുത്ത് ഒരു ഡൽഹി വണ്ടിയോ ഒരു റീവണ്ടിയോ അല്ല, ഡൽഹി എന്നല്ല ഒരു റീവണ്ടികളും നമ്മുടെ ഷോറൂമിലില്ല. ഫുള്ള് കേരള വണ്ടി മാത്രമേ ഉള്ളൂ. ഇങ്ങനത്തെ ഒരു ഷോറൂം നിങ്ങൾ കാണില്ല. അതുകൊണ്ട് എനിക്ക് ഈ വീഡിയോ ചെയ്യുന്നതിൽ യാതൊരു നിങ്ങൾക്കൊരു ഉപകാരപ്പെട്ടൊരു വീഡിയോ ഞാനായി ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ യാതൊരു പേടിയില്ലാത്തൊരു ഡീലറാണ് ഞാൻ. ആയതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ ഉപകാരപ്പെടുന്ന ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.